Hello my guys, this is our club. We are introducing our club. Okay, കുറേ നാളത്തെ കഷ്ടപ്പാട്. ഓക്കെ, എല്ലാവരും കാണിച്ചു തരാം. ഇസ് ക്ലബിന്റെ ഔട്ട്ലുക്ക്. കാശി ഹാർഡ് വർക്ക് പറഞ്ഞോട്. കാശി ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എഫർട്ട് എടുത്താൽ അതിനുള്ള റിസൾട്ട് എന്തായാലും. മുമ്പത്തെ കോലം കണ്ടാ എല്ലാരും ഞെട്ടൂല്ലേടാ. മുമ്പത്തെ ലുക്ക് ഇപ്പൊ ഇവിടെ കാണാം. ഇപ്പൊ ഇവിടെ. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ക്ലബിന്റെ ഫസ്റ്റ് ലുക്ക്. എന്ത് പറയാനാ, ഇത് എങ്ങനെ മാറ്റിയെടുക്കും നമുക്ക് ഒരു പിടുത്തവും ഇല്ലായിരുന്നു. നമ്മൾ ചെന്ന് കയറിയപ്പോൾ നമ്മൾ ഞെട്ടിത്തരിച്ച് നിന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. അവൻ്റെ അപ്പൂപ്പൻ്റെ കാലത്തോട്ടുള്ള പൊടി മൊത്തം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അതൊക്കെ അവിടെ നിന്ന് പറക്കി മാറ്റി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി ലുക്ക് ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ ക്ലബിൻ്റെ ഫ്രണ്ട് ലുക്ക് സിൻസ് 2025. ഇതാണ് ഗൈസ് നമ്മുടെ ക്ലബ്ബ് തുടങ്ങിയ വർഷം. അപ്പം ഇതൊരു ഭയങ്കര മെമ്മറബിൾ ആയിരുന്നുള്ള വർഷമല്ലേ ഗൈസ്? അതെ അതെ. എന്താണ് അന്തരീക്ഷനെ പറ്റി പറയാനുള്ളത്? പറയാനുള്ളതെന്ന് വെച്ചാ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യാത്ത പണികളൊന്നുമില്ല. അതെ ഗൈസ്, ഇവിടത്തെ ഈ പെയിന്റ് അടി ഒഴിച്ച് ബാക്കി എല്ലാ പണി നമ്മളെ. ഇതാണ് ഈ ഷീറ്റ് കണ്ട. അയ്യോ, ഈ ഷീറ്റ് വരെ നമ്മളടിച്ചാൽ വലിയ പണിയൊന്നും അല്ലെന്നറിയാം, പക്ഷെ നമ്മളടിച്ചു. അങ്ങനെ അവിടുത്തെ ഷീറ്റ് ഇട്ട മുതൽ അവിടുത്തെ എല്ലാ പണിയും ചെയ്തത് നമ്മളായിരുന്നു. പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ ധോണി എന്നാണ്, വൺ ഓഫ് ദ മാസ്റ്റർ പീസ് ട്രൈ. അപ്പം അപ്പുറത്തെ ആ ഭിത്തി അടിക്കാത്തതെന്ന് പറയുമ്പം ആ മാമൻ്റെ കട ആയതുകൊണ്ടല്ല, നമ്മളെ പെയിന്റ് അവിടെ എത്തിയപ്പോൾ തീർന്നു, അതുകൊണ്ടാണ് അത് കാരണം. ഇതാണ് ഗൈസ് ധോണി എന്ന്. ഇത് വരയ്ക്കാനാണ് നമ്മൾ 2 ദിവസം എടുത്ത് വരച്ചത്. എങ്ങനെയുണ്ട് ഗൈസ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഈ ചെന്ന് കയറുന്ന ഭിത്തിയിൽ നമ്മളൊരു ലോഗോ സെറ്റ് ചെയ്യാൻ പ്ലാനുണ്ട്. പിന്നെ നമ്മൾ ഇപ്പുറത്തൊരു ലോഗോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളെ ഗൈസ് ഡോറ് സെറ്റ് ചെയ്ത ലോഗോ. ഇതിൻ്റെ പിറകെ നടന്ന് ഒരു വഴിയായിരുന്നു ഗൈസ് നമ്മളെല്ലാവരും. എന്ത് പറയാനാണ്. പിന്നെ ഈ ഡോറൊക്കെ നമ്മൾ മാറ്റിയെടുത്ത മൊത്തവും പുട്ടിയാണ്. ആ ഡോറ് നിൽക്കണതേ പുട്ടിയിലാണ്. എന്താവോ എന്തോ, കുറച്ചുകൂടെ കഴിയുമ്പോൾ പൊളിഞ്ഞു പോകാതിരുന്നാൽ കൊള്ളാം. പിന്നെ ഇതാണ് ഗേസ് ക്ലബിൻ്റെ ഇപ്പം ഓവറോൾ ലുക്ക് എന്ന് പറയുമ്പോൾ. നമ്മൾ ഈ തീം കൊടുത്തതെന്ന് പറയുമ്പം ഒരു വെറൈറ്റി ഡിഫറൻറ്റിന് വേണ്ടി കൊടുത്തതാണ്. ഇങ്ങനെ ലൈനൊക്കെ അടിച്ച് അതൊക്കെ എൻ്റെ മനസ്സിൽ വന്നൊരു കുരുട്ട് ബുദ്ധിയായിരുന്നു. പിന്നെ ഇവിടുത്തെ എക്സ്പെൻസ് പറയുകയാണ് ഗേസ്, പെയിൻറ്റിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ആയത്. പെയിൻറ്റ് നമ്മൾ ഇഷ്ടപ്പെട്ട കളറൊക്കെ എടുത്തെടുത്ത് പെയിൻറ്റിൻ്റെ പൈസ കയറി അറിഞ്ഞില്ല എന്ന് പറയുമ്പം 2100 പെയിന്റിനും 1000 രൂപ അടിക്കാനും കൊടുത്തു. അതാണ് നമ്മളെ ഏറ്റവും നഷ്ടമായ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അയ്യോ, പിന്നെ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ബഡ്ജറ്റ് ലാഭിച്ചായിരുന്നു. പിന്നെ ഗൈസ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പൈസ കയറിയ സാധനം എന്ന് പറയുമ്പോൾ ഈ ഫ്ലോറാണ്. എന്ത് പറയാനാണ്, ഫ്ലോറ് നമ്മൾ നല്ല നോക്കിയാണ്ട് ആ പൊട്ടൻ അവൻ സെലക്ട് ചെയ്തിരുന്നു. നല്ലതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫ്ലോർ തന്നെയാണ് ഗൈസ്. അപ്പം അതിന് ഏകദേശം 32,000 രൂപ അടുപ്പിച്ചായിരുന്നു. അതിനും ഈ പെയിൻറ്റിനുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ആയത്. പിന്നെ അവിടെ വരച്ചതും എഴുതിയതെല്ലാം നമ്മളെല്ലാവരും ചേർന്ന് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അതിന് വേറെ പൈസ ഇറങ്ങേണ്ടി വന്നില്ല. വരച്ചില്ലെങ്കിൽ അവിടെ ഒരു രസം വരില്ലായിരുന്നു. അപ്പോഴേ വേറൊരു പയ്യനും കൂടെ വന്ന് സഹായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ക്ലബ്ബ് തുടങ്ങിയതിൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഇതാണ്: ആദ്യം പഠിത്തം, അത് കഴിഞ്ഞ് മതി കണ്ടുപിടുത്തം എന്ന് പറഞ്ഞ് നമ്മുടെ മോഹൻലാലിനെ പ്രതിഷ്ഠിച്ച് നമ്മൾ പഠിത്തം എന്ന് പറയുന്ന സംഭവം മെയിനാക്കി വെച്ചിരിക്കുകയാണ്. എന്താവോ എന്തോ കണ്ടറിയവന്മാരൊക്കെയാണ് കൂടെ ഇരുന്നത്. പിന്നെ ഗൈസ്, നമ്മുടെ ക്ലബിനൊരു പുറഭാഗമുണ്ട്, ഒരു സീക്രട്ട് ബേസ്. അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മൾ ഒരു കുക്കിംഗ് ഏരിയ, ഭാവിയിലെ കുക്കിംഗ് ഏരിയ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. എന്താവുമെന്ന് കണ്ടറിയാം. അപ്പം ഈ ഭാഗമൊക്കെ പൊളിഞ്ഞിടക്കിയത്. പിന്നെ ഇവിടെയൊക്കെയാണ് നമ്മൾ ആദ്യം കെട്ടി തുടങ്ങിയത്. ഇവിടാം അവിടെ നമ്മൾ ചെറിയ പണിയാണ് തുടങ്ങിയത്. എന്താവുമെന്നറിഞ്ഞൂടാ തുടങ്ങിയ സംഭവമാണ്. പക്ഷേ ഇത്രയൊക്കെ ആയി, നമ്മൾ കിടിലും തന്നെ. പിന്നെ ഞാൻ ഇവിടുത്തെ ഓവറോൾ പ്രൈസ് പറഞ്ഞത് ഗൈസ്, ഈ ഫ്ലോർ എന്ന് പറയുമ്പം 2000 ചില്ലറ അടുപ്പിച്ചായി, 2100 അങ്ങനെ എന്തോ ആയി ചില്ലറ അടുപ്പിച്ചായി. പിന്നെ ആ പെയിൻ്റാണ് ഗൈസ്, ഒരു 3000-3500 ആ റേഞ്ച്. പിന്നെ റൂഫ് എന്ന് പറയുമ്പം ഒരു 1000 ചില്ലറ ആ റേഞ്ച്. പിന്നെ ഇലക്ട്രിക് ഒരു 1500. പിന്നെ അധികം നമ്മളെ നിന്ന് പൈസ ഇറങ്ങില്ല ഗൈസ്. കാരണം നമ്മൾ ആ മിക്കുള്ള സാധനങ്ങൾ നമ്മളെ ഉള്ള സാധനങ്ങളാണ് എടുത്തതെന്ന് പറയുമ്പം അവിടെ ഓരോരോ വീട്ടിൽ ഓരോ ചില സാധനങ്ങൾ കാണുമല്ലോ, അങ്ങനത്തെ സാധനങ്ങളെ കൊണ്ടുവന്നാണ് സെറ്റ് ചെയ്തെടുത്തത്. അവിടെ ഡോറൊന്നും ഇല്ലായിരുന്നു. ഡോറൊക്കെ ഞാൻ വീട്ടിൽ കിടന്ന പലകയൊക്കെ എടുത്തുകൊണ്ട് അടിച്ചത്. പിന്നെ അവിടെ ഒരു കലാവിരുത് കാണിച്ച അവൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാനെന്ന് പറഞ്ഞ് കയറിയവനാണ്. അവൻ കണ്ടിച്ചങ്ങ് ആ റൂഫും കളഞ്ഞ് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മറയ്ക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ് നമ്മുടെ ക്ലബിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ക്ലബിൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തു എന്ന് നമ്മൾ മുമ്പത്തെ ലുക്കും ഇപ്പോഴത്തെ ലുക്കും കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇത് കണ്ടിട്ട് മനസ്സിലാത്തവർക്ക് യൂട്യൂബിൽ സീരീസ് കിടപ്പുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ഇറ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ക്ലബിൻ്റെ വിശേഷങ്ങൾ. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. എന്തെങ്കിലും പറഞ്ഞോളാം ഇവിടെ പറ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗയ്സ്. ഫ്രഷ് വ്ലോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, സിവിൽ ബോയ്സ്. അപ്പോൾ ഓക്കെ, ബൈ. ഓക്കെ, ബൈ.